അപ്പോൾ നമ്മൾ ഇഞ്ചി ഒരുപാടൊക്കെ മേടിച്ച് ഇതേപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് തൊലി കളയാണെങ്കിൽ നമുക്ക് സ്പൂണ് തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തൊലി കളയാനാണെങ്കിൽ വളരെ ഈസി ആയിരിക്കും. നമ്മൾ കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും എന്ത് വെച്ച് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ തലേദിവസം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഇടയിൽ നിന്നൊക്കെ ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഒരുപാട് ഇഞ്ചി ഇതേപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് നമുക്ക് തൊലി കളഞ്ഞ് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വിശേഷം വന്നാൽ പോലും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഈ സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തൊലി കളയാൻ വളരെ എളുപ്പമാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അന്നേരം അത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഇടവിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിന് മുമ്പായിട്ട് വെള്ളത്തിടുന്നതിന് മുമ്പായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിനകത്തുള്ള മണ്ണും പൊടിയെല്ലാം നല്ല രീതിയിൽ എത്ര ഇടയിലിരിക്കുന്ന മണ്ണും പൊടിയൊക്കെ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇടുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ നമ്മൾ ഇതേപോലെ പേസ്റ്റ് ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് കറിയൊക്കെ വെക്കാൻ നേരം നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടോ. അപ്പോൾ നല്ല രീതിയിൽ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സിക്കകത്ത് വെച്ചൊന്ന് അരച്ചെടുക്കാം. അപ്പം അരിഞ്ഞിട്ട് അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം എല്ലാം ഒരേ രീതിയിൽ തന്നെ നമുക്ക് പേസ്റ്റായിട്ട് കിട്ടും. അല്ല എങ്കിൽ നമുക്ക് വലിയ കഷ്ണം വേറെ ചില മിക്സിക്കകത്തൊക്കെ എല്ലാം അരിഞ്ഞിടണമെന്നില്ല. അപ്പോൾ ഇതേപോലെ അരിഞ്ഞിടുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഒരേ രീതിയിൽ തന്നെ അരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചിലവർ ഉപ്പിട്ടൊക്കെ അരയ്ക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഉപ്പൊന്നും ഇടാതെ തന്നെ നമുക്ക് മിക്സിക്കകത്ത് അരച്ചെടുക്കാം. അപ്പം ചീത്തയാവത്തൊന്നുമില്ല. എത്ര വർഷം വേണേലും നമുക്ക് ആ ഫ്രീസറിനകത്തോട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും. കണ്ടോ, നല്ല രീതിയിൽ എല്ലാം ഒരേ രീതിയിൽ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബൗളിനകത്തോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ഐസ് വയ്ക്കുന്ന ട്രെയിലേ അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ആക്കിയിട്ട് ഫ്രീസറിനകത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് ഐസ് കട്ട പോലെ ആയതിനു ശേഷം നമുക്കൊരു ടിന്നിനകത്തിട്ട് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് നിന്ന് ഒരു പീസ് എടുത്ത് നമുക്ക് ആവശ്യത്തിന് അതിനകത്ത് എടുക്കുകയും ചെയ്യാം, ബാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഐസ് ക്യൂബ് ട്രെയിലിനകത്തോട്ട് ആക്കി വെക്കുക. അപ്പോൾ ഇതുണ്ടോ. അപ്പോൾ നമുക്ക് ഇത് ഐസായി കഴിയുമ്പോൾ ഒരെണ്ണം എടുത്താൽ മതി. അപ്പം മിക്കവർക്കും ഇത് അറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇനി ഫ്രീസറിൽ വെച്ചതിന് ശേഷം കണ്ടോ കട്ടയായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇളകി വരും കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് ഒരു ടിന്നിനകത്തിട്ട് സൂക്ഷിക്കാവുന്നതാണ്. കണ്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പെട്ടെന്ന് എടുക്കുകയൊക്കെ ചെയ്യാം.